സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പം, നൂലപ്പം, വീശപ്പം, നൂൽപുട്ട് അങ്ങനെ പല നാടുകളിൽ പല പേരിലറിയപ്പെടുന്ന ഇടിയപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ? അതിനായിട്ട് വേണ്ടി 2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഇടിയപ്പത്തിൻ്റെ പൊടിയിലേക്ക് ഒഴിക്കുക. ഞാൻ എടുത്തേക്കുന്നത് പൊൻകതിറിൻ്റെ ഇടിയപ്പപ്പൊടിയാണ്. വെള്ളം ഒരുപാട് കൂടിപ്പോകാതെ നോക്കണം. വെള്ളം കൂടിപ്പോയാൽ നമ്മൾ ഇടിയപ്പം വീശുന്ന സമയത്ത് ഇടിയപ്പം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കത്തില്ല. അപ്പം അതിന് വേണ്ടി ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കുഴച്ച് ആ ചെറിയ ചൂട് ഉള്ളപ്പോൾ തന്നെ നമ്മൾ കൈവച്ച് നല്ലതുപോലെ എത്രത്തോളം നല്ലതുപോലെ കുഴയ്ക്കാവോ അത്രത്തോളം നല്ലതുപോലെ കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കുക. ഇപ്പോൾ മാവ് നല്ലതുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ചെറിയ ചെറിയ ഉരുളകളാക്കി സേവയിലിട്ട് മാറ്റുക. അതിനുശേഷം ഇടിയപ്പം പിച്ചുന്ന തട്ടിലേക്ക് കുറച്ച് ഓയിൽ തേച്ചതിന് ശേഷം കുറച്ച് തേങ്ങ ഇടുക. അതിനുശേഷം നമ്മൾ നിറച്ച് വച്ചിരിക്കുന്ന മാവ് കുറേശ്ശെ ഇതിലിട്ട് പീച്ചിടാവുന്നതാണ്.